എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ പാറ്റാക്കൂട്ടങ്ങളുടെ പ്രൊട്ടസ്റ്റ് വയമ്പം കോമഡി ആയിപ്പോയല്ലോ. അതിനിടയ്ക്ക് ഈ പാറ്റാക്കൂട്ടങ്ങളുടെ ഏതോ ഒരു അവിടെ നിന്നോട് നേതാക്കളാണല്ലോ, നേതാക്കൾ അവിടെ നിന്നോട് പറഞ്ഞു ബേഡ് ജാവോ എന്ന് പറഞ്ഞു. ഏത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ പുള്ളി ബേഡ് ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ആ പ്രൊട്ടസ്റ്റിന് വന്നമാരെല്ലാം അങ്ങനെ ബേഡ് ജാവോ അവന്മാരോർത്ത് എന്തോ മുദ്രാവാക്യാന്ന് അവരതങ്ങ് ഏറ്റു വിളിച്ച് ബേഡ് ജാവോ അവിടെ ഇരിക്കുന്നു പറഞ്ഞ ഏറ്റു വിളിക്കാനായിരിക്കും. എന്നാ പിടിച്ചോ ബേഡ് ജാവോ എത്രക്കുള്ള വിവരമുള്ളൂ നിങ്ങൾക്ക്. ഇനിയും കുറെ കോമഡി ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. मुझे इसके आगे आप और कोई बात नहीं बात करनी है. What is your name? आलिशा. कहाँ से आई आप? मैं दिल्ली से ही हूँ. दिल्ली से आए. हाँ. प्रोटेस्ट में क्या करती हैं आप? मैं फिल्म मेकिंग में हूँ. फिल्म मेकिंग में. इस प्रोटेस्ट में क्यों आए, क्या कारण है? मैं एज अ व्यूअर आई हूँ. एज अ व्यूअर. रीजन क्यों? अगर मेरे देश के लोग प्रोटेस्ट कर रहे तो मैं क्यों नहीं आ सकती? नीट का एग्जाम आपने दिया? नहीं, मैं क्यों दूंगी? यूपीएससी का एग्जाम आपने दिया? नहीं. एसएससी जीडी का एग्जाम आपने दिया? नहीं. മനസ്സിലായില്ലേ? ആ പുള്ളിക്കാരി ചുമ്മാ ഒരു രസത്തിന് അവിടെ കാണാൻ വേണ്ടി വന്ന പുള്ളിക്കാരി ഏതോ ഫിലിം ഫീൽഡിൽ എന്തോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരോട് ചോദിച്ചാൽ ഏതെങ്കിലും എക്സാം വല്ലതും എഴുതിയിട്ടുണ്ടോ? ഞാൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ല, ഒന്നുമില്ല, അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പിന്നെ ഇവരെന്തായി കാണിച്ച് കൂട്ടുന്നതെന്ന് അറിയാനെ കൊണ്ട് ഒന്ന് വന്നതാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ പ്രൊട്ടസ്റ്റിന് വന്ന ആൾക്കാരെക്കാളും കൂടുതലേ ഇവന്മാർ ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നവരാണ് കൂടുതലും തോന്നുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയിൽ ലാലേട്ടൻ സുധീഷിനോട് ചോദിക്കും എന്താണോ താൻ നടക്കുമ്പോൾ ഒരു കിലുക്കെന്ന്. അത് പിന്നെ ഞാൻ ഈ ചിലങ്ക പോക്കറ്റ് ഇട്ട് നടന്നാലേ വേറെ ചിലങ്കയുടെ ഒച്ച കേൾക്കുമെന്ന് അറിയാനാന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവന്മാരെന്താ കാണിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്നതാ. അടുത്തതാണ് ഇതിനേക്കാളും വലിയ തമാശ. ഒന്ന് കേട്ട് നോക്കി. 5वीं फेल, 6ठी फेल, 7वीं फेल बैठ जा रहे हैं मिनिस्ट्री में, जिनको मिनिस्ट्री की स्पेलिंग भी नहीं आती होगी. क्यों? क्या इस देश में पढ़े लिखे लोगों की कमी है? और दूसरी चीज, इनके खुद के बच्चे बाहर क्यों पढ़ रहे हैं? अगर इतने ही अच्छा काम कर सकते हैं ये, तो अपने बच्चों को पहले पढ़ाएं सरकारी स्कूलों में. आप बोल रहे कि मिनिस्ट्री का स्पेलिंग नहीं मालूम, तो आपसे ही पूछेगा कि नीट का फुल फॉर्म बताइए. ये क्या बात हुई आपकी? जो बात मैं कह रही हूँ उस बात कीजिए. बता दीजिए नीट का फुल फॉर्म. മുഞ്ചി മിനിസ്ട്രിയിൽ ഇരിക്കുന്നവർക്ക് മിനിസ്ട്രിയുടെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ലെന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ നീറ്റിന്റെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ജബ അല്ല, നീറ്റിന്റെ ഒന്ന് ഫുൾ ഫോം പറഞ്ഞു. അതെന്തിനാ ഇപ്പൊ പറയുന്നത്? അത് ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞു ഉരുണ്ട് കളിച്ച്. ഒന്ന് പറ. തീർന്ന് വെള്ളം വിഴുങ്ങിപ്പോയി. ഇനി നെക്സ്റ്റ്. जब से हम मेच्योर हुए, मतलब 18 एडल्ट हुए हैं, तब से एग्जाम दे रहे हैं लगभग. ठीक है, 5 साल हो गए. तो हमने से इलाहाबाद में रहते हैं, पीसीएस की तैयारी करते हैं. ठीक है. वाइस प्रेसिडेंट कौन है? क्या वाइस प्रेसिडेंट वो है? पीसीएस की तैयारी कर रहे हो? मुझे मालूम है. वाइस प्रेसिडेंट का नाम नहीं पता सर, आप पीसीएस की तैयारी कर रहे हैं. यही कारण है बेरोजगारी का देश के अंदर. नहीं फिलहाल पीसीएस निकलेगा नहीं और यूपी पुलिस की हम करेंगे नहीं. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കുമെന്ന് പറയാം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ആളെയും പറയാം. എനിക്ക് 10-18 വയസ്സായി. ഞാൻ ഈ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള എക്സാമുകളൊക്കെ ഇങ്ങനെ എഴുതി നടക്കുന്ന ആളാണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു ആണോ ഒത്തിരി സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് എഴുതുമോ? പിന്നെ ഞാൻ എന്തുമാത്രം പരീക്ഷ എഴുതുന്നതെന്ന് അറിയാമോ സർക്കാർ ജോലി കിട്ടാനായിട്ട്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ പേരെന്നെ ഒന്ന് പറയാൻ പറഞ്ഞു. ആ വൈസ് പ്രസിഡന്റിന്റെ പേര് ജബ തീർന്നു. ഒന്ന് പറയൂ. അല്ല, എനിക്കറിയായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ പേരെ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അതിന് കിട്ടിയില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തലയ്ക്കകത്ത് വിവരമുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുകയല്ലേ. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുമോ അങ്ങനെയൊക്കെ ചെയ്യണം. അതായത് ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്, അതിനെ നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്, പ്രൊട്ടസ്റ്റ് നടത്തുക തന്നെ ചെയ്യണം. പക്ഷേ യുവമാരുടെ ഉദ്ദേശം വേറേതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം അറിയത്തില്ലാതെ കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവരുടെ ഉദ്ദേശം നല്ലതാണ്, പക്ഷേ ഇവരുടെ ഉദ്ദേശം മറ്റാണ്. ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ഈ വിദ്യാർത്ഥികളെ മറ്റും. ഇവരോർക്കുന്നത് എന്തോ ഇത് നമുക്ക് വേണ്ടിയിട്ട് നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയെന്ന് ഓർത്താണ് ആ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം വേറേതാണ്. എന്തൊക്കെയാണെന്ന് പറയാനും പ്രൊട്ടസ്റ്റ് അവിടെ ഫെയിലായിപ്പോയി. അമിത്ഷായുടെ ചാണക്യ ബുദ്ധി അതിനിടയ്ക്ക് പ്രവർത്തിച്ചു. ഇവന്മാരെ തന്നെ 10 ദിവസം മുമ്പ് ഇത് അനുമതി തരണമല്ലോ. 10 ദിവസമല്ല, ഇവന്മാരാണ്ട് 2-3 ദിവസം മുമ്പ് കണ്ടാണ് പോയി ചോദിച്ച് അനുമതി ചോദിച്ച് അമിത്ഷാ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞ്. നിങ്ങൾ സമരം ചെയ്തോ, രാവിലെ 9 തൊട്ട് 5 വരെ നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തും, എന്തെങ്കിലും ചെയ്തോളാം. അതേസമയം അവർ പ്രൊട്ടസ്റ്റ് നടത്താൻ സമ്മതിക്കത്തില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഉദ്ദേശം വേറെ ആയിരുന്നു. അനുമതി ഇല്ലാതെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുക, ഇനി അറസ്റ്റ് ചെയ്യോ, എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഒരു പെറ്റി കേസെങ്കിലും തന്ന് ഞങ്ങളൊന്ന് അറസ്റ്റ് ചെയ്യണേ. ഒന്നും ചെയ്തില്ല. നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തിക്കോ, ഓക്കെ, താങ്ക് യു. മൂഞ്ചിപ്പോയി. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോകുന്ന പോലെ ഒന്ന് ജയിലിൽ പോയിട്ടേ കുറച്ചും കൂടെ ഫേമസ് ആവാനായിരുന്നു മറ്റവൻ്റെ ഉദ്ദേശം. ഏതാ അഭിജീതിൻ്റെ ഒന്നും നടന്നില്ല. സമരം ചെയ്തോ, ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട എന്നാ പറയുക, ഒരു 3-3:30 ആകുമ്പോൾ പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും പിടിച്ചു നിർത്തണം. അതിനാ പോകുന്നതന്നെ, ബാക്കി കൂടെ ചെയ്തിട്ട് പോയാൽ മതി. പറ്റില്ല 5 മണി വരെ അനുമതി തന്നിട്ടുണ്ട്. 5 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചു നിർത്തിയേക്കണം. അല്ല പിന്നെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ BJP മേടിച്ച് RSS മേടിച്ചെന്ന് പറഞ്ഞിട്ട് അടുത്ത പരിപാടി ഒപ്പിക്കാനായിരുന്നു പരിപാടി. പക്ഷെ ഒന്നും നടന്നില്ല. അമിത്ഷാ അല്ലേ ആള്. നിങ്ങൾ നടത്തിക്കോ, പ്രൊട്ടക്ഷൻ നടത്തിക്കോ, ഇനിയും നടത്തണം, നടത്തിക്കോ.